കോവിഡ് രണ്ടാം ഘട്ട വ്യാപനം രാജ്യത്താകെ ശക്തമായി തുടരുകയാണ്. ഇതിനു മുൻപ് ഇതുപോലെ നാം സംസാരിക്കുമ്പോഴുള്ള സ്ഥിതിയല്ല ഇപ്പോൾ നാട്ടിലുള്ളത്. ഇന്ന് മാത്രം സംസ്ഥാനത്ത് 1,21,763 ടെസ്റ്റുകൾ നടന്നു. അതിൽ 22,414 പേർ കോവിഡ് ബാധിതരാണെന്ന് കണ്ടെത്തി. ഇന്നത്തെ മരണസംഖ്യ 22 ആണ്. സംസ്ഥാനത്താകെ ഇപ്പോൾ 1,35,631 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കോവിഡിൻ്റെ രണ്ടാം തരംഗം പ്രകടമായതോടെ ടെസ്റ്റുകളുടെ എണ്ണവും നിരീക്ഷണവും വർദ്ധിപ്പിച്ചിരുന്നു. ഏപ്രിൽ 16 മുതൽ 20 വരെ 3,32,305 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഈ ദിവസങ്ങളിൽ ശരാശരി 17.69% ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉണ്ടായി. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തൃശൂർ, എറണാകുളം, കാസർഗോഡ് ഇത്രയും ജില്ലകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് താരതമ്യേന കൂടുതലാണ്. ഈ ജില്ലകളിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണ മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. ഒന്നാം ഘട്ടത്തിലുണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന തോതിൽ രോഗവ്യാപനമുണ്ടാകുന്നു. ഇത് ഇവിടുത്തെ മാത്രം അവസ്ഥയല്ല. കോവിഡ് മഹാമാരി ഉയർത്തുന്ന ഭീഷണി മനുഷ്യരാശിയെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചിരിക്കുകയാണ്. ലോകത്താകെ ഏകദേശം 30 ലക്ഷം ആളുകളാണ് കോവിഡ് ബാധിച്ച് ഇതുവരെ മരണപ്പെട്ടത്. നമ്മുടെ രാജ്യത്ത് രണ്ടാമത്തെ കോവിഡ് തരംഗം ആരോഗ്യ വിദഗ്ധരുടെ പോലും പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള വേഗം ആർജിച്ചിരിക്കുന്നു. ആശങ്കാജനകമായ സാഹചര്യമാണ് ഉടലെടുക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നിക്കുന്ന സംഭവവികാസങ്ങളാണ് ഉണ്ടാകുന്നത്. മരണങ്ങളുടെയും ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെയും ആശുപത്രി കിടക്കയില്ലാത്തതിൻ്റെയും വാർത്തകൾ വരുന്നു. ഈ വാർത്തകളിലൂടെ ഉരുത്തിരിയുന്ന ഭയാശങ്കകളോടെയല്ല നാം ഈ മഹാമാരിയെ നേരിടേണ്ടത്. ജാഗ്രതയോടെ ഈ രോഗത്തെ മികച്ച രീതിയിൽ തടഞ്ഞു നിർത്താൻ ആകുമെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ച ജനതയാണ് നാം. ആ അനുഭവ പാഠമാണ് കരുത്താകേണ്ടത്. കേരളത്തിൽ ഒന്നാമത്തെ തരംഗത്തിൻ്റെ സമയത്ത് സ്വീകരിച്ച നയം പരമാവധി ആളുകളെ രോഗം പിടിപെടാതെ സംരക്ഷിക്കുക എന്നതായിരുന്നു. അതോടൊപ്പം രോഗബാധിതരാകുന്നവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുകയും വേണം. അതുവഴി രോഗം ഉച്ചസ്ഥായിയിലെത്തുന്നത് പരമാവധി വൈകിപ്പിക്കാനാണ് നാം ശ്രമിച്ചത്. അതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമായിട്ടും ഏറ്റവും അവസാനം മാത്രം രോഗവ്യാപനം ഉച്ചസ്ഥായിയിലെത്തിയ സംസ്ഥാനമായി കേരളം മാറി. 11% താഴെ ആളുകൾക്കാണ് കേരളത്തിൽ ആദ്യത്തെ തരംഗത്തിൽ കോവിഡ് ബാധിച്ചത്. ഇന്ത്യൻ ശരാശരി 25%. പല സംസ്ഥാനങ്ങളിലും
അത് 40% വരെ എത്തി. വയോജനങ്ങളുടെയും കോവിഡ് അപകടകരമാവുന്ന രോഗാവസ്ഥയുള്ളവരുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ടും വളരെ കുറഞ്ഞ മരണനിരക്ക് നിലനിർത്താനും നമുക്ക് സാധിച്ചു. ഒന്നാമത്തെ തരംഗം മറികടന്ന് രണ്ടാം തരംഗത്തെ അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിൽ ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രോഗവ്യാപനമുണ്ടായാൽ നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങൾക്കുണ്ടാകേണ്ട സർജ് കപ്പാസിറ്റി നന്നായി ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണമായി, നിലവിലെ സാഹചര്യത്തിൽ നമുക്കാവശ്യമായ ഓക്സിജന്റെ അളവ് 74.25 മെട്രിക് ടൺ ആണെങ്കിലും 219.22 മെട്രിക് ടൺ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി 9735 ICU ബെഡുകളാണുള്ളത്. അതിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിലുള്ള 2650 ICU ബെഡുകൾ മാത്രമെടുത്താൽ കോവിഡ്, നോൺ കോവിഡ് രോഗികൾ ഉൾപ്പെടെ 50% മാത്രം ഓക്യുപ്പൻസിയാണുള്ളത്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി 3776 വെന്റിലേറ്ററുകളാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ 277 വെന്റിലേറ്ററുകളിലാണ് നിലവിൽ കോവിഡ് ഓക്യുപ്പൻസി ഉള്ളത്. സർക്കാർ ആശുപത്രികളിലെ 2253 വെന്റിലേറ്ററുകളിൽ നിലവിൽ 18.2% മാത്രമാണ് ഓക്യുപ്പൻസി ഉള്ളത്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ, ഡിസ്ട്രിക്റ്റ് കോവിഡ് സെൻ്ററുകൾ എന്നിവയെല്ലാം ചേർന്ന് 2249 കേന്ദ്രങ്ങളിലായി 1,99,256 ബെഡുകൾ സജ്ജമാണ്. ഇതിനു പുറമെ കോവിഡ് ചികിത്സ നൽകാൻ തയ്യാറായ 136 സ്വകാര്യ ആശുപത്രികളിലായി 5713 ബെഡുകളും ലഭ്യമാണ്. ഇത്തരത്തിൽ വളരെ സമഗ്രവും സുസജ്ജവുമായ സംവിധാനം ഈ ഘട്ടത്തെ നേരിടാൻ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവ കൂടുതൽ വിപുലമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുക തന്നെയാണ് ചെയ്യുക. കഴിഞ്ഞ തരംഗത്തിൽ ഡിലേ ദ പീക്ക് എന്ന നയമാണ് സ്വീകരിച്ചതെങ്കിൽ ഇത്തവണ ക്രഷ് ദ കർവ് എന്ന സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. അതിലൊന്നാമത്തേത് ബാക്ക് ടു ബേസിക്സ് അഥവാ അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നതാണ്. മാസ്ക് ധരിച്ചും സാമൂഹ്യ അകലം പാലിച്ചും കൈകൾ ഇടയ്ക്കിടെ ശുചിയാക്കിയും ഓരോരുത്തരും അവനവന് ചുറ്റും സുരക്ഷാ കവചം തീർക്കുക എന്നതാണത്. പ്രതിരോധത്തിൻ്റെ ആദ്യ പാഠം വീഴ്ചയില്ലാതെ നടപ്പിലാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാസ്കുകൾ ശരിയായ രീതിയിൽ ധരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. രോഗാണു ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ ഫലപ്രദമാണ് മാസ്കുകളുടെ ശരിയായ ഉപയോഗം. അതോടൊപ്പം ബ്രേക്ക് ദ ചെയിൻ കൂടുതൽ ശക്തമാക്കി തന്നെ
മുന്നോട്ട് പോകണം. അക്കാര്യം ഉറപ്പുവരുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തേ മതിയാകും. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും അവരുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ ബ്രേക്ക് ദ ചെയിൻ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ പ്രധാന കാര്യം 3 Cകൾ 3 Cs ഒഴിവാക്കുക എന്നതാണ്. ക്രൗഡിങ്, ആളുകൾ കൂട്ടം ചേരുന്നത്; ക്ലോസ്ഡ് സ്പേസസ്, അടഞ്ഞ സ്ഥലങ്ങൾ; ക്ലോസ് കോണ്ടാക്ട്സ്, അടുത്ത് ഇടപഴകൽ. ഇവയാണ് ഒഴിവാക്കേണ്ടത്. ഇതൊഴിവാക്കേണ്ടത് അനിവാര്യമാണ്. രോഗവ്യാപനത്തിൻ്റെ തോത് ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ കൂട്ടം ചേരുന്ന പരിപാടികൾ പരമാവധി ഒഴിവാക്കുന്നതാകും ഉചിതം. പ്രോട്ടോകോൾ പ്രകാരം അനുവദനീയമായതിൽ കവിഞ്ഞ എണ്ണം ആളുകൾ കൂടുന്ന ഒരു പരിപാടിയും സംഘടിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇപ്പോൾ ചെയ്യാവുന്നത് കഴിയാവുന്നത്ര അത്തരം പരിപാടികൾ ഒഴിവാക്കുക എന്നതാണ്. നടക്കുന്നവയിൽ ഏറ്റവും കുറച്ച് പങ്കാളിത്തം ഉറപ്പുവരുത്തണം. പെട്ടെന്ന് തന്നെ രോഗം പകരുമെന്നതുകൊണ്ട് അടഞ്ഞ ഇടങ്ങളിൽ കൂട്ടം ചേരുന്നതും ഒഴിവാക്കേണ്ടതാണ്. വാക്സിനേഷൻ പരമാവധി ആളുകൾക്ക് ഏറ്റവും വേഗത്തിൽ നൽകുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. ഇന്ത്യയിൽ വാക്സിൻ ഒട്ടും തന്നെ പാഴാക്കാതെ ഏറ്റവും വേഗത്തിൽ വിതരണം ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഒരു ദിവസം 3.5 ലക്ഷത്തിലധികം ആളുകൾക്ക് വാക്സിൻ നൽകാനുള്ള സംവിധാനം ഇതിനകം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. 62,25,976 ഡോസ് വാക്സിനാണ്. 62,25,976 ഡോസ് വാക്സിനാണ് ഇതുവരെ സംസ്ഥാനത്ത് വിതരണം ചെയ്തത്. വാക്സിനുകളുടെ ദൗർലഭ്യമാണ് ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഈ പ്രതിസന്ധി തക്ക സമയത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. കാര്യക്ഷമമായ നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വാക്സിനേഷൻ പോളിസി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. അതുപ്രകാരം വാക്സിൻ ഉൽപ്പാദകർ 50% വാക്സിൻ മാത്രം കേന്ദ്ര സർക്കാരിന് നൽകിയാൽ മതി. ബാക്കി 50% സംസ്ഥാനങ്ങൾക്കും പൊതുവിപണിയിലേക്കുമായി മാറ്റിവെക്കുകയാണ്. നിർമ്മാതാക്കളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങാനാണ് സംസ്ഥാനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കോവിഡ് മഹാമാരി കാരണം സംസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക ബാധ്യത നേരിടുകയാണ്. സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വലിയ പ്രയാസമുണ്ടാക്കും. കേന്ദ്ര ഗവൺമെൻറ്റിന് 150 രൂപയ്ക്ക് ലഭിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് 400 രൂപക്കായിരിക്കും നൽകുക എന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് 600 രൂപയും ഈടാക്കും. ഇത്തരത്തിൽ വാക്സിൻ്റെ വില കുതിച്ചുയർന്നാൽ കോവിഡ് പ്രതിസന്ധി തീർത്ത സാമ്പത്തിക വിഷമതകളിൽ ഉഴലുന്ന സംസ്ഥാനങ്ങൾ
ഇത് കാരണം വലിയ പ്രതിസന്ധിയിലാകും. 45 വയസ്സിന് മുകളിലുള്ള 1,13,00,000 ആളുകൾക്ക് മെയ് 20-നുള്ളിൽ വാക്സിൻ നൽകുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി നിത്യേന 2.5 ലക്ഷം പേർക്ക് വിതരണം ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ വാക്സിൻ ദൗർലഭ്യം കാരണം അത് തടസ്സപ്പെടുകയുണ്ടായി. ഇനി ദിവസേന 3,70,000 പേർക്ക് വിതരണം ചെയ്താൽ മാത്രമേ ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതിനു പകരം സംസ്ഥാനങ്ങൾക്ക് അർഹമായ വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തേ മതിയാകും. വാക്സിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികളും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. സാധാരണ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. ആരോഗ്യ പരിപാലനം സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ ചുമതലയാണ്. അത് നിറവേറ്റുന്നതിന് സംസ്ഥാനങ്ങൾക്കാവശ്യമായ ക്വാട്ട ഉറപ്പാക്കുകയും മഹാമാരിയുടെ സാഹചര്യത്തിൽ അത് സൗജന്യമായി നൽകുകയും വേണം. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒന്നിച്ച് നീങ്ങേണ്ടതുണ്ട്. ഇക്കാര്യം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാക്സിൻ്റെ കാര്യത്തിൽ പൊതുവിപണിയിലെ ബിസിനസ്സുകാരോട് മത്സരിക്കാൻ സംസ്ഥാനങ്ങളെ തള്ളിവിടരുത് എന്ന് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. വാക്സിൻ കരസ്ഥമാക്കാൻ കേന്ദ്ര സർക്കാർ ചാനൽ എന്നതിനു പകരം കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും അടങ്ങുന്ന ഗവൺമെൻറ് ചാനലാണ് വേണ്ടത്. ആവശ്യമായ വാക്സിൻ കിട്ടാത്തതുകൊണ്ട് കേരളം നേരിടുന്ന പ്രയാസവും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 50 ലക്ഷം ഡോസ് വാക്സിൻ അടിയന്തരമായി നൽകണമെന്ന് കേരളം കഴിഞ്ഞയാഴ്ച ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 5.5 ലക്ഷം ഡോസ് മാത്രമാണ് ലഭിച്ചത്. ഇത് കാരണം വാക്സിനേഷനുള്ള സ്പോട്ട് രജിസ്ട്രേഷൻ അടക്കം തടസ്സപ്പെട്ടു. കേരളം ആവശ്യപ്പെട്ടതിൽ ബാക്കിയുള്ള വാക്സിൻ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങൾ ഇന്ന് അവലോകന യോഗം ചേർന്ന് വിലയിരുത്തി. അടിയന്തര പ്രാധാന്യത്തോടെ ചില നടപടികൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചില ക്രമീകരണങ്ങൾ വരുത്തുകയും നിയന്ത്രണങ്ങൾ കർക്കശമാക്കുകയും ചെയ്യും. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിന് മുൻഗണന നൽകും. ഒരു താലൂക്കിൽ ഒരു CFLTC എങ്കിലും ഉണ്ടാകും. CFLTCകൾ ഇല്ലാത്ത താലൂക്കുകളിൽ ഉടനെ സജ്ജമാക്കും. രോഗികളുടെ വർധനവിനനുസരിച്ച് കൂടുതൽ CFLTCകൾ തുറക്കും. 35% മുകളിൽ കോവിഡ് വ്യാപനമുള്ള സ്ഥലങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടൽ നടത്തും. കോവിഡ് ആശുപത്രികൾ നിരീക്ഷിക്കാൻ സംസ്ഥാന തലത്തിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. ഇതിനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഓരോ ദിവസവും സ്ഥിതിഗതികൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചു.
ചില വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ആൾക്കൂട്ടമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. മെയ് 1 ശേഷം 18 വയസ്സ് കഴിഞ്ഞവർക്കുള്ള വാക്സിൻ കൂടി ലഭ്യമാകുന്നതിനാൽ വലിയ തിക്കും തിരക്കും ഉണ്ടാകാനിടയുണ്ട്. പ്രയാസമില്ലാതെ ആളുകൾക്ക് വാക്സിൻ എടുത്തു പോകാനുള്ള സാഹചര്യം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമുണ്ടാവണം. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അറിയിപ്പ് ലഭിച്ചവർ മാത്രം കേന്ദ്രത്തിലെത്തുന്ന സംവിധാനമുണ്ടാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കോവിഡ് ബോധവൽക്കരണം ശക്തിപ്പെടുത്തണം. അതിനായി ക്യാമ്പയിൻ നടത്തണം. SMS ക്യാമ്പയിനുകൾ ശക്തിപ്പെടുത്തും. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ ഏറ്റവും പ്രധാനമാണ്. ഒന്നാം തരംഗത്തിൻ്റെ ഘട്ടത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വളരെ ഫലപ്രദമായാണ് ഇടപെട്ടിരുന്നത്. അത് രോഗവ്യാപനം തടയുന്നതിനും രോഗം ബാധിച്ചവർക്ക് ആശ്വാസമെത്തിക്കുന്നതിനും വലിയ സഹായകരമായിരുന്നു. ഇപ്പോൾ പ്രായോഗികമായി ഉയർന്നു വന്നൊരു പ്രശ്നം, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വന്നു. അപ്പോൾ പഴയ അനുഭവമുള്ളവർ പലരും ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായിട്ടില്ല. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പലരും ഈ പ്രവർത്തനം നേരത്തെ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നേതൃത്വപരമായി നിർവഹിച്ചവരുമല്ല. ഇതിനകം തന്നെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഇക്കാര്യത്തിൽ ആവശ്യമായ പരിശീലനവും ബോധവൽക്കരണവും നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. പൊതുപ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണമെന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അവർ പൊതുപ്രവർത്തനത്തിലൂടെ പ്രതിനിധികളായി വന്നവരാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമാന്യ ധാരണ ലഭ്യമാകുന്നതോടെ ഫലപ്രദമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പം അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഫലപ്രദമായി ഉണ്ടാകേണ്ടതുണ്ട്. ആ ഇടപെടലാണ് ഒന്നാം തരംഗത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ നമ്മെ സഹായിച്ചത് എന്ന അനുഭവം പാഠമാക്കിക്കൊണ്ട് തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ ഫലപ്രദമായ പങ്ക് വഹിക്കണമെന്ന് കണ്ടിരിക്കുകയാണ്. ഇതിലൊരു കാര്യം, ജനങ്ങളെ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പലരും വീടുകളിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ ഓരോ തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിലും ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഉച്ചഭാഷിണിയിലൂടെയുള്ള മുന്നറിയിപ്പുകൾ ഈ ഘട്ടത്തിൽ നാം പാലിക്കേണ്ട മുൻകരുതലുകളും മാനദണ്ഡങ്ങളും കൃത്യമായി അറിയിക്കുന്ന നില തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും രോഗവിവരങ്ങളും ആ തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിലുള്ള രോഗവിവരങ്ങൾ എന്താണ്, എത്ര കണ്ട് വ്യാപനം ശക്തിപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെ കരുതൽ നടപടികൾ എടുക്കണം, ആ കാര്യങ്ങൾ നോട്ടീസ് വഴിയും പോസ്റ്ററുകൾ വഴിയുമൊക്കെ തദ്ദേശ സ്ഥാപന പരിധിയിൽ പ്രചരിപ്പിക്കുന്ന നിലയുണ്ടാവണം. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന അല്ലെങ്കിൽ ആളുകൾ എത്തിപ്പെടുന്ന വായനശാലകൾ, ലൈബ്രറികൾ,
ക്ലബ്ബുകൾ, അതുപോലുള്ള പൊതു ഇടങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ പോസ്റ്ററുകളും നോട്ടീസുകളും മറ്റും പ്രദർശിപ്പിക്കുന്ന നില സ്വീകരിച്ചാൽ കുറേ ആളുകളിൽ അത് എത്തിച്ചേരും. ഒരു ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി അതിനെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ ഫലപ്രദമായി നടത്താൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നമ്മുടെ കൂടുതൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ, ഇപ്പോൾ വീടുകളിൽ കഴിയുന്ന രോഗികൾ പലതും അണുകുടുംബാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നേരത്തെ നാം എത്തിച്ചിരുന്നു. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ഫലപ്രദമായി ഇടപെടാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയും. വാർഡ് തല സമിതികൾ നേരത്തെ പ്രവർത്തിച്ചതാണ്. ആ വാർഡ് തല സമിതികൾ പുനർജീവിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചിലർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യം ആയതുകൊണ്ട് ബൂത്ത് തല സമിതികൾ തന്നെ ആലോചിക്കുന്നുണ്ട് എന്ന വിവരമുണ്ട്. ബൂത്ത് തല സമിതിയാകുന്നതിന് തകരാറൊന്നുമില്ല. പക്ഷേ വാർഡ് തല സമിതി പ്രധാനമായും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. വാർഡ് തല സമിതിയുടെ നേതൃത്വം ആ വാർഡിൻ്റെ തദ്ദേശഭരണ സ്ഥാപനത്തിലെ അംഗത്തിനായിരിക്കും. അതിനോടൊപ്പം നേരത്തെ സഹകരിച്ച എല്ലാവരും ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അവർക്ക് മരുന്നെത്തിക്കണം, ഭക്ഷണം ചിലപ്പോൾ എത്തിക്കേണ്ടതായിട്ട് വരും. രോഗികളായിട്ടുള്ള ആളുകൾ കുടുംബത്തിൽ പെട്ടുപോയാൽ വേറെ സഹായത്തിന് ആളുണ്ടാവില്ല. അപ്പോൾ അതിനാവശ്യമായ സഹായങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ സാഹചര്യം മനസ്സിലാക്കി ഇടപെടുന്നതിന് അവിടെയുള്ള തദ്ദേശഭരണ സ്ഥാപനത്തിനാണ് കഴിയുക. അത് വാർഡ് തല സമിതിയിലൂടെയാണ് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുക. ഇപ്പോൾ സർക്കാർ ജീവനക്കാരിൽ 50% ഉദ്യോഗസ്ഥർക്ക് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തുകയാണ്. മറ്റ് ജീവനക്കാരെ കോവിഡ് നിയന്ത്രണ പരിപാടികൾക്കായി ജില്ലാ കളക്ടർമാർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ജില്ലാ കളക്ടർമാർ ആ ജില്ലയിൽ ലഭ്യമാകുന്ന ജീവനക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഓരോ പ്രദേശത്തും കോവിഡ് പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന നിലയാണ് സ്വീകരിക്കുക. ഇതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലും വർക്ക് ഫ്രം ഹോം നടപ്പാക്കാൻ സ്ഥാപന മേധാവികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകൾ ഈ സ്ഥാപന മേധാവികളുമായി ബന്ധപ്പെടുന്ന നിലയും സ്വീകരിക്കും. അടുത്ത ഏപ്രിൽ 24 ശനിയാഴ്ച അന്ന് പൊതുവെ അവധി നൽകുകയാണ്. സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ, സഹകരണ സ്ഥാപനങ്ങൾ ഇവയുടെയെല്ലാം ഓഫീസുകൾക്ക് അവധി നൽകുകയാണ്. എന്നാൽ ആ ദിവസം നടക്കേണ്ട ഹയർ സെക്കൻഡറി പരീക്ഷയുണ്ട്. അതിന് മാറ്റമുണ്ടാവില്ല. 24, 25 തീയതികളിൽ അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നേരത്തെ നിശ്ചയിച്ച കല്യാണം, ഗൃഹപ്രവേശം, അതുപോലുള്ള ചടങ്ങുകൾ ഈ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരം ചടങ്ങുകൾക്ക് 75 പേര് എന്ന പരിധിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ചടങ്ങ് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് 75-ലെത്തിക്കാതെ പങ്കാളിത്തം എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. പൊതുവിൽ നിലവിലുള്ള സാഹചര്യം വിലയിരുത്തി ഈ പരിധി തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ
കുറയ്ക്കേണ്ട കാര്യവും ആലോചിക്കേണ്ടി വരുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. സാമൂഹ്യ അകലം പാലിക്കൽ വളരെ പ്രധാനമാണ്. പൊതുസ്ഥലങ്ങളിൽ മാത്രമല്ല, ഹാളിനകത്തുള്ള പരിപാടികളിലും നല്ല ശ്രദ്ധയുണ്ടാവണം. കാരണം അവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ വൈറസ് ബാധ ഏൽക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ക്ലാസുകൾ മാത്രമേ ഈ ഘട്ടത്തിൽ പാടുള്ളൂ. ട്യൂഷൻ സെൻ്ററുകൾ ഇപ്പോൾ നടത്തേണ്ടതില്ല. സമ്മർ ക്യാമ്പുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും തുടരേണ്ടതില്ല. ബീച്ച്, പാർക്ക് ഇവിടങ്ങളിൽ പ്രോട്ടോകോൾ പാലിക്കുന്നത് പൂർണ്ണമായും ഉറപ്പാക്കണം. പോലീസും സെക്ടർ മജിസ്ട്രേറ്റുമാരും ഇക്കാര്യം ഉറപ്പാക്കും. രാത്രികാല നിയന്ത്രണം ശക്തമായി തുടരും. എന്നാൽ രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിന് വിഷമമുണ്ടാകാതെ ശ്രദ്ധിക്കാൻ കഴിയേണ്ടതുണ്ട്. കാരണം ഈ ഘട്ടം നോമ്പുകാലാണ്. നോമ്പുകാലാകുമ്പോൾ ചിലർ വീടുകളിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കില്ല, ഹോട്ടലിനെ ആശ്രയിക്കുന്നവരായിരിക്കും. അത്തരം ആളുകൾക്ക് ഭക്ഷണം ലഭ്യമാകുക എന്നത് പ്രധാനമാണ്. അപ്പോൾ അതിനുള്ള ക്രമീകരണം അത് സ്ഥലത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നോമ്പിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകൾ, ചില പ്രാർത്ഥനകൾ അല്പം 9 മണിയൊക്കെ കഴിഞ്ഞു നടത്തുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. അത് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടത്തുന്നതിനും അനുമതി നൽകണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ വാർഡ് തല സമിതിയിൽ വാർഡ് അംഗം, ആശാ വർക്കർ, ആരോഗ്യ പ്രവർത്തകർ, പോലീസിൻ്റെ പ്രതിനിധി, വളണ്ടിയർ, റവന്യൂ അധികൃതർ ഇവരെല്ലാം അടങ്ങിയൊരു ടീം, അതാണ് നേരത്തെ പ്രവർത്തിച്ചത്. എല്ലാ വാർഡിലും ആ തരത്തിലുള്ള ടീം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. ഇതോടൊപ്പം നേരത്തെ ഫലപ്രദമായി നമ്മുടെ വളണ്ടിയർമാരുണ്ടായിരുന്നു, സന്നദ്ധ പ്രവർത്തകർ. ആ സന്നദ്ധ പ്രവർത്തകരിൽ ചിലർ അവരുടേതായ കാരണങ്ങളാൽ ഇപ്പോൾ സ്ഥലത്തില്ലാതെയൊക്കെയുണ്ട്. പ്രായോഗികമായി അവർക്ക് ഈ സന്നദ്ധ പ്രവർത്തനത്തിന് കഴിയാത്ത അവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ പുതിയ വളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതും ഈ ഘട്ടത്തിൽ തന്നെ അടിയന്തരമായി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്സിജൻ ആവശ്യത്തിന് നമുക്കുണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ ലഭ്യത വിലയിരുത്തുന്നതിന് ഒരു വിദഗ്ധ സമിതി പരിശോധിക്കുകയും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. അതിഥി തൊഴിലാളികൾക്ക് അതത് സ്ഥലങ്ങളിൽ നിന്ന് വാക്സിനേഷൻ നൽകാൻ കഴിയണം. തൊഴിലിന് തടസ്സം വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണമൊരുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം ഈ മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്ക് ഏറ്റവും പ്രധാനമാണ്. അതിനായി നല്ല രീതിയിൽ സ്വകാര്യ ആശുപത്രികൾ സഹകരിക്കേണ്ടതുണ്ട്. സ്വകാര്യ ആശുപത്രികൾ നേരത്തെയും സഹകരിച്ചിട്ടുണ്ട്, ഇനിയും സഹകരിക്കാൻ സന്നദ്ധമായിരിക്കും. ഇപ്പോൾ അവർ ഇതിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യം കൂടുതൽ നല്ല നില എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും എന്ന കാര്യം ആലോചിക്കുന്നതിനായി സ്വകാര്യ ആശുപത്രി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാനത്തെ
രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗവും വിളിച്ചു ചേർക്കേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത് തന്നെ തീയതി തീരുമാനിക്കുന്നതാണ്. നിയന്ത്രണങ്ങൾ പൊതുവിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നത് ശരിയാണ്. പക്ഷേ ഭാവി കരുതി ഇതൊരു മഹാമാരിയെ നേരിടുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാളും തീവ്ര വ്യാപനമുള്ള മഹാമാരിയായിട്ടാണ് ഇതിൻ്റെ സ്വഭാവം കാണുന്നത്. അപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടായാലും ഈ മാനദണ്ഡങ്ങളുമായി, നിശ്ചയിക്കുന്ന പ്രോട്ടോക്കോളുമായി എല്ലാവരും സഹകരിക്കാൻ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും രോഗബാധയുടെ തോത് വല്ലാതെ വർദ്ധിച്ചതാണ്. അപ്പോൾ അത് കണക്കെടുക്കുമ്പോൾ നല്ല ജാഗ്രത നാം പുലർത്തിപ്പോകേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ശനിയും ഞായറും കടകൾ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ ഓട്ടോ ടാക്സി സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? KSRTC സർവീസ് നടത്തുമോ? അല്ല, കടകൾ സാധാരണ നിലക്ക് ഞായറാഴ്ച കടകൾ നമ്മുടെ നാട്ടിൽ സാധാരണ പ്രവർത്തിക്കാറില്ല. അപ്പോൾ ആ കാര്യം നമുക്ക് ഞായറാഴ്ചക്ക് ബാധകമായിട്ട് വരുന്നില്ല. പിന്നെ ശനിയാഴ്ചയുടെ കാര്യമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം നാം കുറച്ചുകൂടി ബന്ധപ്പെടലുകൾ ചുരുക്കിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഞായറാഴ്ച പൊതു അവധി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഴിയാവുന്നത്ര അതുമായി സഹകരിക്കാനാണ് എല്ലാവരും തയ്യാറാകേണ്ടത്. എന്നാൽ യാത്ര മുഴുവൻ അന്ന് തടസ്സപ്പെടുക, ഒരു ലോക്ക്ഡൗൺ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നത് സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. വളരെ വേഗത്തിൽ തീവ്രമായിട്ടുള്ള രോഗബാധ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഇത് എന്തെങ്കിലും വൈറസിന്റെ മ്യൂട്ടേഷൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതോ ഈ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഒരു ജാഗ്രത കുറവ് ഉണ്ടായതാണോ അതിന് കാരണം? കാണേണ്ടത്, തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ഡൽഹിയൊന്നും തെരഞ്ഞെടുപ്പ് ഉണ്ടായില്ലല്ലോ. പക്ഷേ അവിടങ്ങളിലെല്ലാം വലിയ വ്യാപനമല്ലേ ഉണ്ടാകുന്നത്. അതിൽ മഹാരാഷ്ട്രയും ഡൽഹിയൊക്കെ ഈ പറയുന്ന പ്രത്യേകതരം വൈറസിൻ്റെ ബാധ വന്നിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ നമ്മുടെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലങ്ങളിപ്പോൾ ലഭ്യമായിട്ടില്ല. എന്നാൽ നാം ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്, അതിങ്ങോട്ട് വന്നേക്കുവോ എന്നുള്ളത്. വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് RT-PCR ടെസ്റ്റ് വരുന്നവർ നിർബന്ധമായി നടത്തണമെന്ന് വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ സമൂഹം പലതരത്തിലും ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളുമായും അവിടെയുള്ള ആളുകളുമായിട്ടും ബന്ധപ്പെടുന്നവരാണ്, നിരന്തര സമ്പർക്കമുള്ളതാണ്. ഇങ്ങോട്ട് വരുന്ന പലരും കണ്ടേക്കും. അപ്പോൾ അതെല്ലാം വെച്ച് തടയാനുള്ള ജാഗ്രത നമ്മൾ പുലർത്തിപ്പോവുകയാണ്. ഇതേവരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിട്ടില്ല. ഈ വാക്സിൻ സംബന്ധിച്ച് ഈ കേന്ദ്രം നേരത്തെ എല്ലാവർക്കും സൗജന്യ വാക്സിൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പം വാക്സിന്റെ പ്രശ്നം സംബന്ധിച്ച് കത്ത് മാത്രം എഴുതുകയാണ്. കൃത്യമായി അത് എവിടുന്നാണ് വാക്സിൻ എന്നതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ധാരണയില്ലായിരുന്നു മുഖ്യമന്ത്രിക്ക് എന്നതാണ് വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും ഒക്കെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതൊരു രാഷ്ട്രീയമാക്കുകയാണ് CM എന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആശയം. രാഷ്ട്രീയ ചായവോടുകൂടിയുള്ള ഒരു പ്രതികരണമാണ് CMന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. അതാണ് കത്തെഴുതൽ മറ്റൊന്നാണ് ഒരു ആക്ഷേപം. അവരുദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ഒരു പിടിയില്ലാത്തതാണ്. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുക എന്നുള്ളത് ഒഴിച്ചുകൂടാത്തൊരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ വാക്സിൻ തരാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടതാണ്. അതാണ് കേന്ദ്രത്തെ ഇപ്പോൾ അറിയിച്ചത്. സംസ്ഥാനത്തിൻ്റെ പ്രായോഗിക വിഷമങ്ങൾ, സംസ്ഥാനം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇത്രയും കാലം കോവിഡിനെതിരെയുള്ള പോരാട്ടം വരുമ്പോൾ അതുണ്ടാക്കിയിട്ടുള്ള ബാധ്യതകൾ, അതിൻ്റെതായ പ്രതിസന്ധി, അതിൻ്റെ മേലെ കൂടുതൽ ഭാരം സംസ്ഥാനങ്ങളുടെ പെടലിക്ക് അടിച്ചേൽപ്പിക്കൽ, അത് ശരിയല്ല എന്നത് കേന്ദ്രത്തെ അറിയിക്കൽ, അതിലൊരു രാഷ്ട്രീയ പ്രശ്നവുമില്ല. സാധാരണഗതിയിൽ ഒരു സംസ്ഥാനം ചെയ്യേണ്ട കാര്യമാണത്. അപ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് കൃത്യമായി തീരുമാനമെടുക്കേണ്ടത്. പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഫലപ്രദമായി ചെയ്യുകയും ചെയ്യും. CM കേന്ദ്ര
ഗവൺമെന്റിന്റെ പുതിയ വാക്സിൻ നയം പ്രകാരം ഓരോ ഡോസിനും കൃത്യമായ റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് പൊതുവിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു ആശങ്ക, ഇനി വാക്സിനേഷന് ഞങ്ങൾ പണം കൊടുക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക ചിലർക്കെങ്കിലും ഉണ്ടാകും. അങ്ങേക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ സംസ്ഥാനത്ത് എല്ലാവർക്കും വാക്സിനേഷൻ സൗജന്യമായിരിക്കുമോ? അതൊരു നിലപാടായി തന്നെ മുന്നോട്ട് പോവുക. സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ്. ഇടക്കിടക്ക് മാറ്റി പറയുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. നേരത്തെ പറഞ്ഞതാണ് ഇവിടെ വാക്സിൻ സൗജന്യമായിരിക്കുമെന്നുള്ളത്. കേന്ദ്രമന്ത്രി ഇന്ന് പറഞ്ഞത് ഈ കോവിഡ് സെന്ററുകളിൽ, വാക്സിനേഷൻ സെന്ററുകളിൽ അരാജകത്വമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തിയ ആരോഗ്യമന്ത്രിയും കത്തയച്ച മുഖ്യമന്ത്രിയും ജനങ്ങളിൽ ഒരു ഭീതി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സൃഷ്ടിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നോക്കിയിരിക്കാതെ സംസ്ഥാനം പൈസ കൊടുത്ത് വാക്സിൻ വാങ്ങി നൽകണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ അത് പൊതുവിൽ ഉണ്ടാകേണ്ട ഒരു അന്തരീക്ഷമല്ല ഉണ്ടാകുക. ഇപ്പോൾ ഉണ്ടാകേണ്ട അന്തരീക്ഷം എന്താ? വലിയ തോതിലുള്ള രോഗവ്യാപനം നമ്മൾ നേരിടുന്നു. ആ രോഗവ്യാപനം നാം ജാഗ്രതയോടെ നേരിടേണ്ടതാണ്. അതിന് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും നാം സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഇപ്പം നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ അപ്പോസ്തലന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ചാൽ അത് ഈ അന്തരീക്ഷം അങ്ങ് മോശമാക്കുകയാണ് ചെയ്യുക. നാട്ടിൽ ഉയർന്നു വരേണ്ട ഒരു യോജിപ്പിൻ്റേതായ അന്തരീക്ഷം ഇല്ലാതാക്കുകയാണ് ചെയ്യുക. കേന്ദ്ര ഗവൺമെൻറ് വഹിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെൻറ് വഹിക്കണം എന്നൊരു സംസ്ഥാനം ആവശ്യപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീതി സംസ്ഥാനത്ത് ഉയർന്നു വരികയില്ല. ഇതിനകത്ത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് നിർവഹിക്കുമെന്നാണ് ഇതേവരെയുള്ള അനുഭവം. ഇനിയും അത് തുറന്നും ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ അല്പം ഉത്തരവാദിത്വ ബോധത്തോടെ കാര്യങ്ങൾ കാണുന്നതാണ് നല്ലത് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പണം കൊടുത്ത് വാങ്ങേണ്ടി വരികയാണെങ്കിൽ 400 രൂപ വരെയാണ് വില സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരിക. ഇത്രയും വലിയൊരു ബാധ്യത ഏറ്റെടുക്കാൻ കഴിയുമോ? നിങ്ങൾ വാക്സിൻ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് ഇത്തരത്തിലൊരു ബാധ്യത സാധാരണഗതിയിൽ ഏറ്റെടുക്കാൻ പ്രയാസമുള്ളതാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിനെ ഇപ്പോൾ അറിയിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് ആ ബാധ്യത നിറവേറ്റണം, കേന്ദ്ര ഗവൺമെന്റ് എന്നെ നൽകണമെന്നുള്ളത്. അത് കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് ഇതേവരെ അക്കാര്യത്തിൽ പിന്നൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചാൽ അതൊരു രാജ്യത്തിന്റെ പൊതുവായ ആവശ്യമായിട്ടാണ് വരിക. ആ ആവശ്യത്തോട് കേന്ദ്ര ഗവൺമെന്റ് പ്രതികരിക്കും. ആ പ്രതികരണം ഈ പറഞ്ഞവരുടെ പ്രതികരണമായിട്ട് അല്ല വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം, അങ്ങേക്ക് രോഗബാധ ഉണ്ടായപ്പോൾ അങ്ങ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്നൊരു ആരോപണം കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ ഉന്നയിച്ചതാണ്. ഇതുവരെ സർക്കാരിന്റെ അങ്ങയുടെ ഒരു പ്രതികരണം പുറത്തു വന്നില്ല. എന്താണ് ഈ വിഷയത്തിലൊരു പ്രതികരണം? അത് പ്രോട്ടോകോൾ ലംഘനം എന്താണെന്ന് അവർ പറയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഈ CM സൗജന്യം വാക്സിൻ നൽകുമെന്ന് പറഞ്ഞത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ, അതും സൗജന്യമാക്കും എന്ന് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ഈ സൗജന്യം എന്ന് പറയുന്നത് വയസ്സടിസ്ഥാനത്തിലല്ല, രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധമാണ്. അത് പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം ബാധകമായിട്ടുള്ളതാണ്. എല്ലാവർക്കും സൗജന്യം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്ന ദിവസം വലിയ രീതിയിലുള്ള വിദ്യാഘാതങ്ങൾ, ആളുകൾ ഒത്തുചേരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാൻ ഇടയുണ്ടല്ലോ. അപ്പൊ അതിന് നിയന്ത്രണങ്ങൾ വരുമോ? എന്തായിരിക്കും സർക്കാർ ആ കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടി? സ്വാഭാവികമായിട്ടും ഒരു കരുതൽ അക്കാര്യത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത്. എല്ലാവരുമായി ചർച്ച ചെയ്ത് ഒരു ക്രമീകരണം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിൽ ഒരു സമവായം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് നോക്കാം. അങ്ങയുടെ രോഗബാധയുമായി ബന്ധപ്പെട്ടൊരു ആശയക്കുഴപ്പമുണ്ടാകാൻ കാരണം അന്ന് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൾ പറഞ്ഞത് അങ്ങേക്ക് 4-ാം തീയതി രോഗം ബാധിച്ചു, അതുകൊണ്ടാണ് 14-ാം തീയതി ടെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങേക്ക് രോഗം ബാധിച്ചിട്ട് അങ്ങേ വോട്ട് ചെയ്യാമെന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉണ്ടായത്. 4-ാം തീയതി രോഗമൊന്നും ബാധിച്ചിട്ടില്ല. ഞാൻ 4-ാം തീയതി ഒക്കെ പൂർണ്ണ ആരോഗ്യവാനാണ്. 4-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതിയും കഴിഞ്ഞ് 6-ാം തീയതിയാണല്ലോ ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. 6-ാം തീയതിയും കഴിഞ്ഞ് 7-ാം തീയതിയും ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. ഞാൻ ടെസ്റ്റ് ചെയ്യാനിടയായത് എനിക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളുള്ളത് കൊണ്ടോ എനിക്കെന്തെങ്കിലും രോഗബാധ ഉണ്ടായതുകൊണ്ടോ അല്ല. ടെസ്റ്റ് ചെയ്തത് മകൾക്ക് രോഗബാധയുണ്ടായി എന്ന് കണ്ടു. അപ്പോൾ അത് പോസിറ്റീവാണെന്ന് കാണുമ്പോൾ വീട്ടിലാണല്ലോ മകളുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പോസിറ്റീവാണെന്ന് കാണുന്നത്. പോസിറ്റീവായി കഴിഞ്ഞതിന് ശേഷവും എൻ്റെ ആരോഗ്യസ്ഥിതി അറിയാനാണെങ്കിൽ അതിൽ യാതൊരു ലക്ഷണങ്ങളും എനിക്കുണ്ടായിട്ടില്ല, ഒരു ആരോഗ്യ പ്രശ്നവും പ്രത്യേകമായിട്ട് എനിക്കുണ്ടായിട്ടുമില്ല. അതാണ് ഉണ്ടായത്. CM അത് ഈ വിമർശനം ഉന്നയിച്ച ആളുകൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞത്, താങ്കൾ ആദ്യം മുതൽ വളരെ കാര്യമായിട്ട് ഈ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. രോഗബാധ സ്ഥിരീകരിച്ചതിന് ശേഷം ആശുപത്രിയിലേക്ക് പോയപ്പോൾ ആ പ്രോട്ടോകോൾ പാലിച്ചില്ല. രണ്ടാമത് വളരെ നേരത്തെ ടെസ്റ്റ് ചെയ്തിട്ട് പോയി. തിരിച്ചു പോകുമ്പോൾ തങ്ങളുടെ ഭാര്യയ്ക്ക് പോസിറ്റീവായിരുന്നു. പോസിറ്റീവായ ആളുമായിട്ട് ഒരു കാറിൽ പോയി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരാതിയായിട്ടും ആക്ഷേപമായിട്ടും ഉന്നയിക്കപ്പെട്ടുള്ളത്. അതൊക്കെ കുടുംബ ബന്ധത്തിന്റെ കാര്യമാണ്. അതിനെപ്പറ്റി നമ്മളിങ്ങനെ അങ്ങനെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? രോഗമില്ലാത്ത ഭാര്യ എന്തിനാണ് എൻ്റെ കൂടെ വരുന്നത്? സാധാരണ വരേണ്ട കാര്യമുണ്ടോ? പക്ഷേ സാധാരണഗതിയിൽ ഒരു കുടുംബ ബന്ധത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ചില കുടുംബങ്ങളിൽ അങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ കുടുംബത്തിൽ അതൊക്കെ സാധാരണയുള്ളൊരു കാര്യമാണ്. എനിക്ക് രോഗബാധയുണ്ട് എന്ന് കണ്ടപ്പോൾ എനിക്കും എൻ്റെ കൊച്ചുമോനും രോഗബാധയുണ്ട് എന്ന് പരിശോധനയിൽ തെളിയുന്നു. ഭാര്യയ്ക്കപ്പോൾ രോഗബാധയില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എൻ്റെ കൂടെ അവർ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ടെസ്റ്റിൽ അവർക്കും രോഗബാധയുണ്ട് എന്ന് കാണുകയാണ്. അതിനും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ വീട്ടിൽ കഴിയേണ്ട കാര്യം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെയാണ് അവർ എൻ്റെ കൂടെ വരുന്നത്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ അങ്ങോട്ട് വരുന്നതിനും തിരിച്ച് ഇങ്ങോട്ട് വരുന്നതിനും ഞാനായതുകൊണ്ട് അതൊരു വിവാദമായി എന്നല്ലാതെ വേറെ എന്താ അതിനകത്തുള്ളത്? സാധാരണഗതിയിൽ നടക്കുന്നൊരു കാര്യമല്ലേ ഇത്. നോമ്പ് കാലത്ത് 9 മണിക്ക് ശേഷം കൂടെ ഭക്ഷണം അനുവദിക്കാൻ കഴിയുന്ന തരത്തിൽ ഹോട്ടലുകൾ തുറക്കാൻ കഴിയുമെന്നാണോ നേരത്തെ പറഞ്ഞതിന്റെ എങ്ങനെയാണ് അതിന്റെ സമയക്രമം? എത്ര മണി വരെയാവും? അതായത് അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതാത് ജില്ലകളിൽ അതുമായി ബന്ധപ്പെട്ട് നടപടികൾ എടുക്കും. കഴിഞ്ഞ തവണയും നമ്മളത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണയും നോമ്പ് കാലത്ത് പ്രയാസങ്ങൾ ഉണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഭക്ഷണം ഒരുക്കുന്ന നില സ്വീകരിച്ചിരുന്നു. അത് ഭക്ഷണം കൊടുക്കുക എന്ന് വെച്ചാൽ ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കലല്ലോ, കൊണ്ടുപോകാലോ, അവിടുന്ന് എടുത്തു പോകാലോ ആളുകൾക്ക്. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇപ്രാവശ്യവും തയ്യാറാവുകയാണ്. കടകളുടെയും ഹോട്ടലുകളുടെയും കച്ചവട സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ 7:30 9 മണിയാണോ പ്രവർത്തന സമയം എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. അതിലെന്താണ് ഒരു വ്യക്തത? അത് 7:30 തന്നെയാണ്. ഈ പറയുന്ന പ്രത്യേക അളവുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി സാധാരണ നിലക്ക് 7:30 തന്നെയാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങണമെന്ന് പറഞ്ഞു. അതുപോലെ ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നത്, അത് അടച്ചിടാൻ തീരുമാനിക്കുമോ? അവിടുത്തെ കുട്ടികളെ വീട്ടിലേക്ക് വിടുമോ? ഹോസ്റ്റലുകൾ ആവശ്യമായി വരുന്ന ഒരു ഘട്ടം ഉണ്ടെങ്കിൽ ആ ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചു പോകണം. അല്ലാത്ത ഹോസ്റ്റലുകൾ ഇപ്പോൾ പ്രവർത്തിക്കേണ്ടതായിട്ടില്ല. സാധാരണ നിലക്ക് നമ്മൾ 9 മണിയോടുകൂടി എല്ലാ യാത്രയും നിർത്തുന്ന ഒരു അവസ്ഥ വരുമ്പോൾ 7:30 തന്നെ കടകൾ അടഞ്ഞു പോകുന്നത് കൊണ്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാകാനില്ല. 7:30 തന്നെ കടകൾ അടഞ്ഞു പോകുന്നതാണ് നല്ലത്. എന്നാൽ ചില ഇളവുകൾ വേണ്ടി വരും. നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ആ ഇളവുകൾ വേണ്ട സ്ഥലത്ത് ആ ഇളവുകൾ അനുവദിക്കുകയും ചെയ്യാം. വാക്സിൻ ലഭിക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ. ഇതിപ്പോ ഈ കോവിൻ എന്ന് പറയുന്ന ആപ്പിൽ കൂടിയും അതുപോലെ പോർട്ടലിൽ കൂടിയും 2ാം ഡോസിന് പ്രത്യേകിച്ചും രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയുണ്ട്. ആ രജിസ്ട്രേഷൻ ലഭ്യമല്ലാത്ത രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ആ പ്രശ്നം ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് രജിസ്ട്രേഷൻ ആവശ്യമായ നടപടികൾ ത്വരിതപ്പെടുത്തും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുക തന്നെ ചെയ്യും. നമുക്ക് ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ മറ്റ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇതേ സമാനമായ ഇത് ബാധകം കേരളത്തിലാവാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ പരിധിയിൽ വരുന്നതാണോ? നമ്മുടെ പരിധിയിൽ വരുന്നതാണെന്ന് പറയാൻ പറ്റില്ലത്. പക്ഷേ സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെന്റും അതുമായി സഹകരിക്കുകയാണ് ചെയ്യുക. കഴിഞ്ഞ ഒരു വർഷം ഇല്ലാത്ത തരത്തിലാണ് രോഗികളുടെ എണ്ണം പോകുന്നത്. ഇപ്പോൾ 22,000 കഴിയുന്നു. സംസ്ഥാനത്ത് ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുകയാണ്. വരും കാലങ്ങളിൽ ഒരു ലോക്ക്ഡൌണിലേക്ക് പോകേണ്ടി വരും എന്ന് സംസ്ഥാനം കാണുന്നുണ്ടോ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് CM-നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു വിലയിരുത്തലൊക്കെ കഴിഞ്ഞാണ്. എത്രത്തോളം പ്രതീക്ഷ ഉണ്ട്? എത്രത്തോളം സീറ്റ് അധികാരത്തിൽ വരുമെന്നാണ് കരുതുന്നത്? അതിലേക്ക് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട് മനപ്പായസം ഉണ്ടെന്ന് ഒരുപാട് ആളുകളുണ്ട്. അവരങ്ങനെ മനപ്പായസം ഉണ്ട് കഴിയട്ടെ എന്ന് മാത്രം. ഇപ്പം ഞാനൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞതാണത്. ഇപ്പം നമുക്ക് ഇതിൽ ഒതുങ്ങി നിൽക്കാം. അതായിരിക്കും നല്ലത്. ഈ ആദ്യ ഭാഗം എന്താ പറഞ്ഞത്?
അതായത് നാം കാണേണ്ടത് ഈ രോഗവ്യാപനം എന്നത് അതിനെ പരമാവധി തടുത്തു നിർത്താനാണ് നാം എല്ലാം കൂടി ശ്രമിക്കുന്നത്. ഇതൊരു സർക്കാരിന്റെ മാത്രം ഒരു കാര്യമല്ലല്ലോ, നമ്മുടെ സമൂഹത്തിന്റെ ആകെ കാര്യമാണ്. നമ്മളെല്ലാവരും കൂടി അതിന് ശ്രമിക്കുകയാണ്. ആ ശ്രമം വിജയിപ്പിക്കാൻ കഴിയുന്നൊരു സമൂഹമാണ് നമ്മുടേത്. കാരണം അത് നമ്മൾ നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി നമ്മൾ ജാഗ്രതയോടെ നീങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ മറ്റൊരു കടുത്ത നടപടികളിലേക്കൊന്നും പോകാതെ നമുക്ക് കാര്യങ്ങൾ പരിമിതപ്പെട്ട് നിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഏതായാലും ലോക്ക്ഡൌണിനെ പറ്റി ആലോചിക്കുന്ന പ്രശ്നമില്ല. CM, ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് താങ്കളുടെ ഈ മന്ത്രിസഭയിൽ നിന്ന് ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ ലോകായുക്തയിൽ വളരെ നിശ്ചിതമായ വിമർശനം ഏറ്റുവാങ്ങി. അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്നും അക്കാര്യത്തിൽ വിമർശനം വന്നിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് CMന്റെ പ്രതികരണമൊന്നും വന്നിട്ടില്ല. അല്ല, അതിനെപ്പറ്റി ഇപ്പൊ പ്രതികരിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. അതിന്റെ മറ്റു കാര്യങ്ങൾ ആലോചിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യട്ടെ, എന്നിട്ട് പറയാം എന്താന്നുള്ളത്. KT ജലീലിന്റെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിയമന ഇളവുകളിൽ CM കൂടി ഒപ്പുവെച്ചിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതായത് CM അതിന്റെ ഒരു വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അല്ല, അത് സാധാരണ നിലക്ക് ഒരു മന്ത്രി അയക്കുന്ന ഫയല് സാധാരണ നിലക്ക് CM അതിനെ ഒപ്പുവെക്കുമല്ലോ. അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം വന്നിരിക്കുന്നു? ഒരു നിലവിലുള്ള യോഗ്യതയിൽ ആ യോഗ്യതയിൽ ഇളവ് വരുത്തി കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ കൂടുതൽ പരിശോധിക്കാൻ നിൽക്കും. ഞങ്ങൾ കുറച്ചുകൂടി കൂടുതൽ യോഗ്യത വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മന്ത്രി അയച്ചാൽ അത് സ്വാഭാവികമായിട്ട് അംഗീകരിച്ചു കൊടുക്കില്ല. അതല്ലേ ഉണ്ടാവുക. അതുകൊണ്ടൊന്നുമല്ല, അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ശരി, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് എടുക്കാം.